പ്രിയപ്പെട്ടവരെ, ഞാൻ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട്, ഡോൺ ബോസ്കോ സ്ഥാപിച്ച സലീഷ്യൻ സഭയിലെ വൈദികൻ, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇരിട്ടി അടുത്ത് അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി രൂപതയിൽ കുറ്റ്യാടി അടുത്ത് ചാപ്പൻതോട്ടം ഇടവകയിലാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തിയോളജി പഠിക്കുമ്പോൾ ഞാൻ കടുത്ത പിരിമുറുക്കത്തിലായിരുന്നു, ആശങ്കയിലായിരുന്നു, ടെൻഷനിലായിരുന്നു. എന്തായിരുന്നു എൻ്റെ ടെൻഷൻ? പുരോഹിതനാകാൻ പോവുകയാണ്, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാകാൻ പോവുകയാണ്, ഒരു റോൾ മോഡലാകേണ്ട ആളാണ്. എനിക്ക് അതിന് യോഗ്യതയുണ്ടോ? എൻ്റെ ബലഹീനതകളെപ്പറ്റി ഞാൻ ഓർത്ത് ആകുലപ്പെട്ടു. എനിക്ക് കർത്താവിൽ നിന്ന് കൃത്യമായ ഒരു ഉറപ്പ് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ദിവ്യബലിയിലും അതോടൊപ്പം തന്നെ സക്രാരിയിലെ ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിളിലൂടെ കർത്താവിനോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഉൾക്കാത് കർത്താവിന് തുറന്നു വെച്ചു. അങ്ങനെ ബൈബിൾ ഏകാഗ്രതയോടെ, സൂക്ഷ്മതയോടെ വായിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കുത്തരം കിട്ടി. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്ക് എൻ്റെ കൃപ മതി. പൗലോസ്ലീഹ എന്നെപ്പോലെ അസ്വസ്ഥനായിരിക്കുകയായിരുന്നു, തൻ്റെ ബലഹീനതകളെ ഓർത്ത്, തൻ്റെ പോരായ്മകളെ ഓർത്ത്. അങ്ങനെ പൈശാചിക ശക്തികളാൽ ബലഹീനനാകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആ സമയത്ത് ഇത് മാറ്റിത്തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. ഇതുതന്നെയാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ മോട്ടോവായി, ജീവിതമുദ്രാവാക്യമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. 2000 ഡിസംബർ 30-നായിരുന്നു എൻ്റെ തിരുപ്പട്ടം. ഈ 25 വർഷം ഈശോ ദിവ്യബലിയിലൂടെ എനിക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു നിമിഷം പോലും എൻ്റെ പൗരോഹിത്യ ജീവിതത്തെപ്പറ്റി പുനരാലോചന നടത്തേണ്ടി വന്നിട്ടില്ല. കാരണം കർത്താവിൻ്റെ, ഈശോയുടെ കൃപ മതി എനിക്ക്. ആ അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവവേദ്യമാക്കപ്പെട്ടത് ദിവ്യബലിയുടെ സമയത്താണ്. ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോ എന്നിലേക്ക് കടന്നു വന്ന് ഒരാജ്ഞേയ വലയം സൃഷ്ടിച്ച് എന്നെ സുരക്ഷിതനാക്കി. എനിക്ക് വേണ്ടതെല്ലാം ഈശോ ചെയ്തു തന്നു. ഈശോ സഹയാത്രികനായി എന്നെ അനുഗ്രഹിക്കുവാനായി കൂടെയുണ്ട്. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ദിവ്യകാരുണ്യ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ഞാൻ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത് ദിവ്യബലിയിലൂടെ ആണ്. 2002 ഞാൻ എറണാകുളത്ത് ഡോൺ ബോസ്കോ മലയാളം മാസികയുടെ ചീഫ് എഡിറ്ററാണ്. ഒപ്പം വിവിധ സ്ഥാപനങ്ങളിൽ, നഴ്സിംഗ് കോളേജുകളിൽ, മറ്റ് കലാലയങ്ങളിലൊക്കെ പോയി ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കോഴ്സ് എടുത്തുകൊണ്ടിരുന്ന വർഷം പെട്ടെന്നാണ് എനിക്ക് എൻ്റെ തോളിന് അസഹനീയമായിട്ടുള്ള വേദന വന്നു. ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, കിടക്കാൻ പറ്റാത്ത അവസ്ഥ, തല ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കാൻ പറ്റത്തില്ല, താഴ്ത്താൻ പറ്റത്തില്ല, വായിക്കാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല. ഇങ്ങനെ കടുത്ത ശാരീരിക വേദനയിലൂടെ കടന്നുപോയ സമയത്ത് എറണാകുളത്തെ ഏറ്റവും മികച്ച ആശുപത്രിയിലൊന്നായ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡോക്ടർ ആൻ്റണി തച്ചിലിനെ പോയി കണ്ടു. കൺസൾട്ട് ചെയ്തു, എക്സ്റേ എടുത്തു. എക്സ്റേ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ഡയഗ്നോസിസ് നടത്തി, ഫാദർ ഇത് സ്പോണ്ടിലോസിസാണ്, ട്രീറ്റ്മെൻറ്റ് വേണം, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും,
ഫിസിയോതെറപ്പി ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഞാൻ മാസികയുടെ എഡിറ്ററാണ്, അതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിട്ട് പറ്റത്തില്ല, എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നുള്ളൂ, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഈ ദിവസങ്ങൾ എനിക്ക് എൻ്റെ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണം. എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും 3 മണിക്കൂർ ആശുപത്രിയിൽ വന്ന് ഫിസിയോതെറപ്പി ചെയ്യുക. അങ്ങനെ ആ ദിവസങ്ങളിൽ ഉറങ്ങാൻ പറ്റാതെ, ഇരിക്കാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടി, കുർബാന മറ്റുള്ളവരോടൊപ്പം ചെല്ലാൻ പറ്റാതെ വിഷമിക്കുകയാണ്. എല്ലാ ദിവസവും ഒറ്റയ്ക്ക് ഞാൻ സങ്കീർത്തിയിൽ ദിവ്യബലി അർപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് വേദന കൂടി. ഒരു വിധത്തിൽ ഞാൻ സുവിശേഷം വായിച്ച് ബൈബിൾ മടക്കി വെച്ചു. അപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി, പ്രാർത്ഥിക്ക്, നിന്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് പ്രാർത്ഥിക്ക്. അപ്പോൾ ഞാനൊരു സ്വയം പ്രേരിത പ്രാർത്ഥന ഈ സുവിശേഷ വായന കഴിഞ്ഞ ഉടൻ തന്നെ നടത്തി. എന്താണ് ഞാൻ പ്രാർത്ഥിച്ചത്? കർത്താവായ ഈശോയെ, അങ്ങ് ഇവിടെ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഏറ്റവും കൂടുതൽ ശക്തി എനിക്ക് പകർന്നു തരുന്നത് ദിവ്യബലിയിലൂടെയാണ് എന്ന് എനിക്കറിയാം. എനിക്ക് ആകെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടുള്ള ശാരീരിക അസ്വാസ്ഥ്യം കൊടിഞ്ഞി മൂലം, തലവേദന മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ എനിക്കിപ്പോൾ സ്പോണ്ടിലോസിസ് വന്നിരിക്കുന്നു. അസഹനീയമായിട്ടുള്ള വേദനയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഈ രോഗവുമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന സ്പോണ്ടിലോസിസ് രോഗികളെ എല്ലാം സമർപ്പിച്ച കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം നൽകണമേ. അവർക്ക് അനിവാര്യമായിട്ടുള്ള സഹനശക്തി നൽകണമേ. എന്നെപ്പോലെ ഒരുപക്ഷെ പലർക്കും ചികിത്സയ്ക്ക് പോകുവാനായിട്ടുള്ള സാമ്പത്തികമില്ലാത്ത ഗണത്തിൽപ്പെട്ടവരായിരിക്കാം. അങ്ങയുടെ സാമീപ്യവും അങ്ങയുടെ സൗഖ്യസ്പർശനവും അവർക്ക് നൽകണമേ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ്, എനിക്കൊന്നും അവകാശപ്പെടാനില്ല കർത്താവേ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചപ്പോൾ എനിക്കെന്തെന്നില്ലാത്ത ശാരീരിക കുളിർമ അനുഭവപ്പെട്ടു. ആ നിമിഷം എനിക്ക് പരിപൂർണ സൗഖ്യം കിട്ടി. ഓർക്കുക, ദിവ്യബലിയുടെ സമയത്ത്. രണ്ടാമത്തെ കാര്യം, ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. ഈ രോഗം വന്നപ്പോൾ ഇതേ രോഗം മൂലം വിഷമിക്കുന്ന ആളുകളെ ഓർക്കാനായിട്ട് കർത്താവ് എനിക്ക് അവസരം തന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് സൗഖ്യദായകനായി ദിവികാരുണ്യനാഥൻ കുർബാനയിൽ വന്ന് എന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തി. 2002 23 വർഷങ്ങൾക്ക് മുൻപാണ്. പിന്നീട് ആ ദിവ്യബലി അർപ്പിച്ചതിന് ശേഷം ഞാൻ പെയിൻ കില്ലേഴ്സ് എന്ത് ചെയ്തു? വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. പിന്നെ ഡോക്ടർ ആൻ്റണി തച്ചിലിനെ കാണാൻ വേണ്ടി പോയിട്ടില്ല, ഒരു ഗുളികയും എടുത്തിട്ടില്ല. എനിക്ക് ഇപ്പോൾ താഴോട്ട് തല താഴ്ത്താം, ഇടത്തോട്ട് നോക്കാം, വലത്തോട്ട് നോക്കാം. ഞാൻ പരിപൂർണ സൗഖ്യം പ്രാപിച്ച് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ കർത്താവ് ശാക്തീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ദിവ്യബലിയുടെ അനന്തമായ ശക്തി. ഞാൻ പുരോഹിതനാകുന്നതിന് തൊട്ട് മുൻപുള്ള ആ പരീക്ഷണ ഘട്ടത്തിൽ എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് ധന്യനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ്റെ ആത്മകഥയാണ്, ട്രഷർ ഇൻ ക്ലേ. ആ ആത്മകഥയിൽ ഫുൾട്ടൻ ഷീൻ തൻ്റെ നിരവധി അനുഭവങ്ങളുടെ പിൻബലത്തിൽ പറയുന്നുണ്ട്, ഓൾ പവർ റിസൈഡ്സ് ഇൻ ദ ടബർനാക്കിൾ, ഇൻ ദ യൂക്കരിസ്റ്റ്. സർവശക്തികളുടെയും സ്രോതസ് സക്രാരിയിലാണ്. സർവശക്തികളുടെയും സ്രോതസ് ദിവ്യകാരുണ്യനാഥനിലാണ്, കുർബാനയിലാണ്. ആത്മീയ ജീവന്റെ അപ്പമായി
നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. 2021 കോവിഡ് ഏറ്റവും രൂക്ഷമായ സമയത്ത് മെയ് മാസം എനിക്ക് കോവിഡ് വന്നു. കോവിഡ് വന്ന സമയത്ത് എല്ലാവരും പേടിച്ച് വിറച്ച് എല്ലാവരിൽ നിന്നും അകന്ന് നിൽക്കുന്ന സമയത്താണ് ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് 6 ആഴ്ച കഴിഞ്ഞത്. ഇപ്പോൾ ഡോൺ ബോസ്കോ കോളേജിൽ രാവും പകലും ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ഞാൻ ഒരു റൂമിൽ ഒതുക്കപ്പെട്ടു. വായനയിലും എഴുത്തിലും മുഴുകിയിരുന്ന ഞാനിപ്പോൾ 34 പുസ്തകങ്ങളോളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, ആരോടും പുറത്തു വന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. കടുത്ത ഏകാന്തത, ഒപ്പം ശാരീരിക അസ്വസ്ഥതകളെല്ലാം. എന്നെ 3 പ്രാവശ്യം ഇവിടെ നിന്ന് ഡോൺ ബോസ്കോയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. കടുത്ത ചുമയുണ്ട്, പിന്നെ ശ്വാസം മുട്ടൽ, തലവേദന. ആ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉറക്കമായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, പകലും ഉറങ്ങാൻ പറ്റത്തില്ല തലവേദന കാരണം. അങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പിശാച് എന്നെ അങ്ങ് ഏറ്റെടുത്തു. എൻ്റെ ചിന്തകൾ മുഴുവനും നെഗറ്റീവായി. നിരാശ മൂലം ഞാൻ ഒരു പോരാട്ടം തന്നെയായിരുന്നു സാത്താനോട് നടത്തിയത്. എന്തായിരുന്നു എൻ്റെ ആകുലത, എന്തായിരുന്നു എൻ്റെ പിരിമുറുക്കം, എൻ്റെ വിഷമം. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഇപ്പോഴും പ്രിൻസിപ്പളാകാൻ പറ്റത്തില്ല. പ്രായമാവുമ്പോൾ രോഗം വരും. അപ്പോൾ നീ എങ്ങനെ ഈ രോഗത്തെ അതിജീവിക്കും? കടുത്ത ഏകാന്തത മൂലം നീ ഒറ്റപ്പെടും. എങ്ങനെ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? മരിക്കുന്നതല്ലേ നല്ലത്. മരണത്തെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രം. അങ്ങനെ ഈ പൈശാചിക ചിന്തകൾ നിറഞ്ഞ് എന്നെ വീർപ്പ് മുട്ടിയ സമയത്ത് എങ്ങനെ എനിക്കിതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും? ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു ഉറക്ക ഗുളിക തരാം. 1-2 ദിവസം ഉറക്ക ഗുളിക കഴിച്ചു. പക്ഷേ താൽക്കാലിക ആശ്വാസം മാത്രം. കുറച്ച് സമയം ഉറങ്ങും, പിന്നെയും സാത്താൻ ഈ ചിന്തകൾ കൊണ്ട് എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈശോ എനിക്ക് തന്ന ഉറപ്പ്, ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. ആ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഞാൻ ദിവ്യബലി അർപ്പിച്ചത് റൂമിൽ തന്നെയാണ്. കാരണം ആരുമായിട്ട് സമ്പർക്കം പുലർത്താനായിട്ട്, ആരുമായിട്ട് സംസാരിക്കാനായിട്ട് ആ ഘട്ടത്തിൽ ഇത് പകരുന്ന രോഗമായതുകൊണ്ട് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഈശോയുടെ സൗഖ്യസ്പർശനത്തിന് വേണ്ടി 2002 കിട്ടിയ ആ സൗഖ്യസ്പർശനം ഇപ്പോൾ എനിക്ക് അനിവാര്യമായിരിക്കുന്നു. കാരണം ഞാനിപ്പോൾ ഡിപ്രഷനിലേക്ക് വന്നിരിക്കുന്നു. എനിക്കിപ്പോൾ വിഷാദ രോഗമാണ് കർത്താവേ. ഇതിൽ നിന്ന് എന്നെ വിമുക്തനാക്കണമേ എന്നായിരുന്നു ദിവ്യബലിയിൽ അർപ്പിച്ചപ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഈശോയുടെ സാന്നിധ്യം ദേവാലയത്തിൽ പോകാനായിട്ട് പറ്റാത്തതുകൊണ്ട് ദിവ്യബലിയിലൂടെയും അതോടൊപ്പം തന്നെ ബൈബിൾ വചനങ്ങളിലൂടെയും അനുഭവിച്ചറിയുവാനായിട്ട് ഉള്ള ആ പ്രയാണത്തിൽ വീണ്ടും ദൈവം എന്നോട് സംസാരിച്ചു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ആർക്കെങ്കിലും രോഗം വരികയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠരെ പോയി കാണുക. അവർ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. വിശ്വസിച്ച്
പ്രാർത്ഥിച്ചാൽ രോഗം സുഖപ്പെടും. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു, കുമ്പസാരിച്ച് രോഗിലേപനം സ്വീകരിച്ച് ദിവ്യബലി വിശ്വാസത്തോടു കൂടിയിട്ട് അർപ്പിക്കുക. എൻ്റെ ഈ ശാരീരിക മാനസിക അസ്വസ്ഥത, ഈ വിഷാദ രോഗം പൂർണ്ണമായിട്ട് കർത്താവ് സ്പർശിച്ച് എനിക്ക് സൗഖ്യം നൽകും. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ധ്യാനകേന്ദ്രം, കപ്പൂച്ചൻ അച്ഛന്മാരുടെ ധ്യാനകേന്ദ്രം, പട്ടാരത്ത് അവിടുത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള അച്ഛൻ വിൻസെൻ്റ് അച്ഛൻ, ഞാൻ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, അച്ഛാ എനിക്ക് രോഗിലേപനം വേണം. അച്ഛനെ എന്നെ അറിയാവുന്നതാണ്. അപ്പം അച്ഛനോട് എന്നോട് ചോദിച്ചു, അത് അന്ത്യകൂദാശയല്ലേ അച്ഛാ, അച്ഛന് രോഗിലേപനത്തിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രശ്നം ഇപ്പോൾ വിഷാദ രോഗമാണ്. എനിക്ക് ഈശോയുടെ സൗഖ്യസ്പർശനം രോഗിലേപനത്തിലൂടെ കിട്ടും എന്ന് ഉറപ്പുണ്ട്. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് അച്ഛൻ എനിക്ക് വേണ്ടി തൈലാഭിഷേകം നൽകി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ റൂമിൽ വെച്ച് ദിവ്യബലി അർപ്പിച്ചു. എൻ്റെ വിഷാദ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി, ഇല്ലാതായി. വിഷാദ രോഗത്തിൽ നിന്നുള്ള പരിപൂർണ വിമുക്തി. സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആശ്രയിച്ചത് എനിക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അങ്ങനെ പരിപൂർണമായിട്ട് ആ കടുത്ത വിഷാദ രോഗത്തിൽ നിന്ന് വിമുക്തനായി ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ റൂമിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് എൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഞാൻ തിരിച്ച് ഓഫീസിലെത്തി. അവിടെയും എന്താണ് സംഭവിച്ചത്? മാനസികമായിട്ട് തകർന്ന നിമിഷം, നേരത്തെ ശാരീരികമായിട്ട് തകർന്ന നിമിഷം, സ്പോണ്ടിലോസിസ് വന്നപ്പോൾ ഈശോ വന്ന് സുഖപ്പെടുത്തി. ഇപ്പോൾ ഇതാ ഞാൻ മാനസികമായിട്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി സമാധാനമില്ലാതെ പിശാച് എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച സമയത്ത് ഈശോ വന്ന് രോഗിലേപനത്തിലൂടെ തുടർച്ചയായിട്ട് കുർബാനയിലൂടെ എനിക്ക് പരിപൂർണമായിട്ടുള്ള സമഗ്രമായ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. 2023 ജൂലൈ മാസം എനിക്ക് പലവട്ടം ബ്ലീഡിംഗ് പ്രോബ്ലം ഉണ്ടായി. ആശുപത്രിയിൽ പോയി, ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് കിട്ടി. പക്ഷേ ഇത് കൂടുതൽ തീവ്രമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ സർജൻ ആയിട്ടുള്ള ഡോക്ടർ ജിമ്മി ജോണിനെ കണ്ടു. ഡോക്ടറിന് സംശയം വന്നു, ഇത് സാധാരണ പ്രോബ്ലമല്ല, കൊളോണോസ്കോപ്പി ചെയ്യാം. അങ്ങനെ കൊളോണോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടറിന് ഉറപ്പായി ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസർ രോഗിയാണ് എന്ന് ഡോക്ടർ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. ഡോക്ടർ ജിമ്മി ജോണല്ല, പക്ഷേ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ആശിഷ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ് ഞാൻ, പേടി. ഓ, ക്യാൻസർ, മരണം, ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? അങ്ങനെ കടുത്ത പിരിമുറുക്കത്തിലൂടെയുള്ള പ്രാഥമിക ഘട്ടം. അപ്പോഴും എൻ്റെ മനസ്സിലെന്താണ്?
ഓർഡിനേഷന് പൗരോഹിത്യ സ്വീകരണത്തിന് മുൻപ് ഈശോ തന്ന ഗ്യാരണ്ടി, നിനക്ക് എൻ്റെ കൃപ മതി. നീ ഇത്രയും വർഷം എന്നെ ആശ്രയിച്ചു, ഞാൻ നിന്നെ കൈവിട്ടില്ല, കൂടെ ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യമായി സൗഖ്യദായകനായി കടന്നു വന്ന് എല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. അങ്ങനെ ദിവ്യബലിയുടെ സമയത്ത് ഈ ആകുലതകൾ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള ആശങ്കകൾ എല്ലാം സമർപ്പിച്ച് ബൈബിൾ കൂടെ കർത്താവ് സംസാരിക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 44 എന്നെ കീഴടക്കിയത്. അവിടെ ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന രംഗമാണ്. ഈശോയും കടുത്ത പിരിമുറുക്കത്തിലാണ്. വരാനിരിക്കുന്ന കുരിശുമരണത്തെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്ന സമയത്ത് ഈശോ മുട്ടിൽ വീണ് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം, എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അതിന് ശേഷമുള്ളതാണ്. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് ഈശോയെ ശക്തിപ്പെടുത്തി. ഞാൻ ആ നിമിഷം ഈശോ പ്രാർത്ഥിച്ചതുപോലെ എന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട്, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന ആ അതേ തുറവിയോട് കൂടിയിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയെ, ഞാൻ ഇതുവരെയായിട്ടും ക്യാൻസർ രോഗികൾ അതിജീവിച്ചിട്ടുള്ള ഈ മാറാ രോഗത്തെപ്പറ്റിയുള്ള പ്രചോദനാത്മക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈശോ ദിവ്യബലിയിലൂടെ, വചനത്തിലൂടെ എന്നോട് പറയുകയാണ്, നിൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാക്കണം. ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത്രയും നാൾ നീ എഴുത്തിലൂടെ ആൾക്കാരെ പ്രചോദിപ്പിക്കുകയായിരുന്നു, ഇനി നീ നിൻ്റെ ജീവിതത്തിലൂടെ പ്രചോദിപ്പിക്കണം. ആ ആത്മബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ. എവിടെയാണ്? വൻകുടലിൽ. എന്നിട്ട് എൻ്റെ ചിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന് താഴെ അടിക്കുറിപ്പിതാണ്, ഐ ആം സ്ട്രോങ്, ഫേം ആൻഡ് പ്രിപ്പയർഡ്. ഞാൻ ക്യാൻസർ ബാധിതനാണ്, പക്ഷേ ഞാൻ സുശക്തനാണ്, സുദൃഢനാണ്, സുസജ്ജനാണ്. With your prayers, I will get back to normalcy within the shortest time possible. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രാർത്ഥനയുടെ പിൻബലത്താൽ ഞാൻ തിരിച്ചെത്തും. എപ്പോഴാണോ ക്യാൻസർ എനിക്ക് വന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട അന്ന് മുതൽ ഡോൺ ബോസ്കോയിലെ അച്ഛന്മാർ, അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ അച്ഛന്മാരെല്ലാവരും വൈകുന്നേരം 7:30 മണിക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ഒരുമിച്ചിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2023 ഓഗസ്റ്റ് 25 ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 26 സർജറി. വൻകുടലിൽ നിന്ന് 12 സെൻറ്റിമീറ്റർ എടുത്തു കളഞ്ഞു. ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിരുന്നു, 10 അല്ലെങ്കിൽ 12 ദിവസം ഒരുപക്ഷെ ആശുപത്രിയിൽ സർജറിക്ക് ശേഷം കഴിയേണ്ടി വരും. പക്ഷേ ഈശോ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛന് ഡിസ്ചാർജ് ചെയ്തു പോകാം. പിന്നെ ഞാൻ ഏതാനും ദിവസങ്ങൾ വീട്ടിൽ പോയി വിശ്രമിച്ചു. പിറ്റത്തെ മാസം സെപ്റ്റംബർ 12-ാം തീയതി, അതായത് കഷ്ടിച്ച് 3 ആഴ്ചകൾക്ക് ശേഷം ഞാൻ പരിപൂർണ സൗഖ്യം പ്രാപിച്ച് കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ പൂർവാധികം ശക്തിയോടെ, പ്രതിബദ്ധതയോടെ തിരിച്ചെത്തി.
അത്ഭുതം. ക്യാൻസറിനെ അതിജീവിച്ചിരിക്കുന്നു, ക്യാൻസറിനെ തോൽപ്പിച്ചിരിക്കുന്നു. ആരാണ് തോൽപ്പിച്ചത്? ഞാൻ എന്ന മനുഷ്യനല്ല, എന്നിലുള്ള ഈശോയാണ്. ദിവ്യകാരുണ്യ ഈശോയാണ്. ദിവ്യബലിയിലൂടെ എന്നും ഞാൻ അനുഭവിച്ചറിയുന്ന ഈശോയുടെ കൃപ കൊണ്ടാണ്. എനിക്ക് കീമോതെറപ്പി ചെയ്യേണ്ടി വന്നിട്ടില്ല, എനിക്ക് റേഡിയേഷൻ്റെ ആവശ്യം വന്നിട്ടില്ല. ആ സർജറിയോട് കൂടിയിട്ട് ക്യാൻസറിൽ നിന്നും ഞാൻ പുറത്തു വന്നു. ഈ ലോകത്തുള്ള എല്ലാ ക്യാൻസറുമായിട്ട് പൊരുതുന്ന, ക്യാൻസർ മൂലം മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ള, ആകുലരായിട്ടുള്ള എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഈശോയുണ്ട്. ഈശോ സുഖപ്പെടുത്തുന്നവനാണ്. നമ്മൾ പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, അതും ഏറ്റവും കൂടുതൽ ശക്തി കിട്ടുന്ന പ്രാർത്ഥന കൂദാശ ദിവ്യബലിയാണ്. ആ ദിവ്യബലിയുടെ സമയത്ത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വകാര്യ നൊമ്പരങ്ങൾ മുഴുവനും ഈശോയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈശോ നമുക്ക് ചുറ്റും ഒരു ആഗ്നേയ വലയം സൃഷ്ടിക്കും. ആ ആഗ്നേയ വലയത്തിന് ഉള്ളിലായാൽ എന്ത് സംഭവിച്ചാലും അത് നമ്മളെ ഒരിക്കലും നെഗറ്റീവായിട്ട് ബാധിക്കില്ല. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമ്മളെ ഒരിക്കലും നശിപ്പിക്കില്ല. കാരണം നമ്മുടെ ശക്തി സ്രോതസ്സ് കർത്താവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ഞാൻ മൂലം ജീവിക്കും. സഹയാത്രികനായി ഞാൻ വസിക്കും, അവനിൽ കൂടെയുണ്ടാവും. ഈ ഉറപ്പ് നൽകിയ സമയത്ത് മസ്തിഷ്കം കൊണ്ട് വ്യാഖ്യാനം നടത്തിയ ആൾക്കാർ എല്ലാവരും ഈശോയെ വട്ടൻ എന്നാണ് കരുതിയത്. ഇയാൾ എന്താണ് പറയുന്നത്? ഇത് എങ്ങനെ വിശ്വസിക്കും? ഈശോ വീണ്ടും വീണ്ടും പറഞ്ഞു, ഈ ഞാൻ നൽകുന്ന എൻ്റെ ശരീരവും എൻ്റെ രക്തവും പാനം ചെയ്യുന്നവൻ, ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. നിരവധി ആളുകൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധി കൊണ്ട് ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രഹസനമായി നമുക്ക് തോന്നും, അപ്പക്കഷ്ണം, വീഞ്ഞ്. പക്ഷേ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പാദരക്ഷ മാത്രം പുറത്തിട്ടാൽ പോരാ, നമ്മുടെ മസ്തിഷ്കം കൂടി പുറത്തു വയ്ക്കണം. പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ അപ്പമായി വരികയാണ്, എന്നെ അനുഗ്രഹിക്കുവാനായിട്ട്, എനിക്ക് സാന്ത്വനമായി, എനിക്ക് സൗഖ്യമായി, എനിക്ക് പ്രചോദനമായി, എനിക്ക് ആത്മബലമായി, എൻ്റെ മാർഗദർശിയായി, എൻ്റെ സംരക്ഷകനായി ഈശോ വരികയാണ്. അതുകൊണ്ട് എനിക്കൊന്നിനെപ്പറ്റിയും ആകുലപ്പെടേണ്ട എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി മസ്തിഷ്കത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദിവ്യബലിയിൽ ഈശോ പൂർണ്ണമായിട്ടും സന്നിഹിതനാണെന്നുള്ള ആ ബോധ്യത്തോടുകൂടി നമ്മൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാവും. എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. ആഗതനായവൻ വിളിച്ചിടുന്നു.